ബി.ജെ.പിയുടെ സ്നേഹയാത്രയെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. പെസഹ അപ്പവുമായി വന്നില്ലെങ്കിലും മണിപ്പൂരിലെ പോലെ പിച്ചാത്തിയുമായി അരമനയിൽ കയറി വരരുതെന്നായിരുന്നു രാഹുലിന്റെ പരാമർശം. ഇതിനെതിരെ ബി.ജെ.പി നൽകിയ പരാതിയിൽ കേസെടുത്താൽ അലങ്കാരമായി കാണുമെന്നും രാഹുൽ പ്രതികരിച്ചു. പഞ്ചാബിൽ നിന്നുള്ള PCC അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജാബ്രാർ അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. ഞാൻ ഈ വഖഫ് ബില്ലിനെ എതിർക്കുകയാണ്, ബി.ജെ.പിയുടെ പരിഷ്കാരത്തെ എതിർക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് നേരെ പോയി, നാളെ നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നേരെ പോയതിനു ശേഷം പിന്നെ വരാൻ പോകുന്നത് ഞങ്ങളുടെ ഗുരുദ്വാരകളിലേക്കാണ്. അത് തന്നെയാണ് എനിക്കും പറയാനായിട്ടുള്ളത്. ഇന്നവർ ഇസ്ലാമിക ദേവാലയങ്ങളിലേക്ക് പോകുന്നു. ഇന്ന് തന്നെ അവർ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് കേരളത്തിലൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും വലിയ രീതിയിൽ പോകുന്നു. നാളെ ഗുരുദ്വാരകളിലേക്ക് പോകും. അതിനുശേഷം ഹിന്ദു മതത്തിനകത്ത് ദളിതൻ തൊട്ട് ഉള്ള ആളുകളിലേക്ക് RSSകാരല്ലാത്ത മുഴുവൻ ഹിന്ദുക്കളിലേക്കും ഇവർ അക്രമം വഴിച്ചുവിടും. ഒരു തർക്കവും വേണ്ട. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ രാജ്യത്ത് അക്രമം വർദ്ധിച്ചു വരികയാണെന്നും ക്രൈസ്തവ ജനതയോട് ബി.ജെ.പിക്കുള്ളത് കപട സ്നേഹമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. 5 ക്രിസ്ത്യൻ സംഘടനകളുടെ FCRI ലൈസൻസ് ഈ മാസം റദ്ദാക്കി. കാരിത്താസ് ഇന്ത്യയുടെ ലൈസൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് RSS അനുകൂല സംഘടന പരാതി നൽകി. ദുഃഖവെള്ളി പ്രവൃത്തി ദിനമാക്കിയവർ ഇന്ന് കേക്കുമായി അരമനയിൽ കയറിയിറങ്ങുന്നു. RSSനെ പ്രതിരോധിക്കുകയും അകറ്റി നിർത്തുകയും വേണമെന്ന് പറഞ്ഞ അദ്ദേഹം പാലക്കാട്ടെ പോലീസ് സംഘപരിവാറിനോടാണ് ആത്മാർത്ഥതയെന്നും സേനയിൽ സംഘപരിവാർ വിധേയത്വമുള്ളവരുമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ചിറ്റൂർ ശങ്കരൻ നായർ വിവാദത്തിലും അദ്ദേഹം പ്രതികരിച്ചു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് കാരിത്താസ് ഇന്ത്യ. ആ കാരിത്താസ് ഇന്ത്യയുടെ FCR ലൈസൻസ് റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്ന സംഘടനയുടെ പേര് നിങ്ങൾക്ക് അറിയാമോ? ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഫോറം. എന്താണ് ഈ ലീഗൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഫോറം? കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സേവന സംഘടനയായ കാരിത്താസ് ഇന്ത്യയുടെ ലൈസൻസ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത സംഘടന RSS സംഘടനയാണ്. അവരുടെ പരാതി എന്താ അറിയോ? കത്തോലിക്ക സഭയുടെ കീഴിലുള്ള കാരിത്താസ് ഇന്ത്യയുടെ രാജ്യസുരക്ഷയ്ക്ക് അപകടമാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ പരാതിയിലാണ് പറഞ്ഞത്. കത്തോലിക്ക സഭ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്ര സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ ദിവസം വരെ ഭീഷണി ഉയർത്തിയിട്ടുള്ളൊരു സംവിധാനമാണ്. എത്രയോ മനുഷ്യന്മാരെ സഹായിച്ചിട്ടുള്ള സംഘടനയാണ്. ഇനി നമ്മുടെ പാലക്കാടുണ്ടല്ലോ ഉദാഹരണം. എന്നിട്ട് ഇവർക്ക് ഈ കപട സ്നേഹം ഉണ്ടായത്? പാലക്കാട്ട് ചിറ്റൂരിൽ തത്തമംഗലത്ത് ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്താൻ പോയതാരാ? RSS പശ്ചാത്തലമുള്ള RSSന്റെ പ്രവർത്തകരല്ലേ? അപ്പോൾ ഒരു വശത്തു കൂടി അതിശക്തമായി മണിപ്പൂരിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണിപ്പൂർ പോലെ ഒരു സംസ്ഥാനത്ത് ഇത്ര രൂക്ഷമായ കലാപമുണ്ടായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. കൊള്ളാവുന്നവരെല്ലാം കോൺഗ്രസ്സായി പോയി. ബി.ജെ.പിക്ക് ദാരിദ്ര്യമാണ്. ബി.ജെ.പി നേതാക്കളുടെ പേരിൽ ഒന്നും ആചരിക്കാനോ ആഘോഷിക്കാനോ കഴിയില്ല. ബി.ജെ.പിയുടെ പഴയ തലമുറയെ പഴിക്കാനേ ഇന്നത്തെ നേതാക്കൾക്ക് സാധിക്കൂ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ സ്വന്തം നേതാക്കൾ ഉണ്ടായേനെയെന്നും രാഹുൽ പറഞ്ഞു. ചേറ്റൂർജിയെ പോലെ ഈ രാജ്യത്തെ ഏറ്റവും വീരനായ ധീരനായ മലയാളത്തിനും ഇന്ത്യക്കുമൊക്കെ അഭിമാനമായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വാർഷികം ബി.ജെ.പി ആഘോഷിക്കുന്നു എന്ന് പറയുന്ന അവർക്കാരെ ആഘോഷിക്കാനില്ലല്ലോ. ഏതെങ്കിലും ബി.ജെ.പി പ്രസിഡന്റ് ആഘോഷിച്ച നാട്ടിലാരെങ്കിലും അംഗീകരിക്കും. അപ്പോൾ അതുകൊണ്ട് AICC പ്രസിഡന്റ്, കാരണം കൊള്ളാവുന്ന ആളുകളൊക്കെ കോൺഗ്രസ്സായി പോയില്ലേ. ഇവർ സർദാർ വല്ലഭായ് പട്ടേലിനെ പറയുന്നു, ചേറ്റൂർജിയെ പറയുന്നു. ഇവരുമായി ബന്ധമുള്ള ആരുടെയെങ്കിലും പേര് പറയാനില്ലാത്തതുകൊണ്ടാണല്ലോ ഇവരുടെ ആരുടെ പേര് പറയും. നിങ്ങൾ പറയും, ഈ നാട്ടിൽ അവരാഘോഷിക്കാൻ പറ്റുന്ന ഒരു വാർഷികം ആരുടേതാണ്? ആചരിക്കാൻ പറ്റുന്ന ഈ നാട് അംഗീകരിക്കുന്ന ഒരു പേര് നിങ്ങൾ പറയും. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ആ തരത്തിൽ പങ്കെടുത്തു എന്ന് പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരാളുടെ പേര് പറയും. പിന്നെ AICC പ്രസിഡന്റിൻ്റെ വാർഷികം അവരാഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവരുടെ ദാരിദ്ര്യം കൊണ്ടാണ്. UTV ന്യൂസ്, പാലക്കാട്.